ശ്രീ രാഹുൽ ഈശ്വർ, പത്താൻ സിനിമയിൽ ദീപിക പദുകോണിന്റെ സാഫ്രോൺ കളർ ബിക്കിനി ആയിരുന്നു എല്ലാവർക്കും പ്രശ്നം. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു വശത്ത് രാഹുൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പല ചർച്ചകളിലും രാഹുലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ട് അതിനുവേണ്ടി വാദിച്ച ഇടത്താണ് മറ്റു ചിലർ രാഹുലിനെ പോലെ അല്ലെങ്കിൽ അത് ശരിയാണ്, അതിനെ എതിർക്കുന്നത് ശരിയാണ് എന്ന് ചിന്തിച്ചിരുന്ന മറ്റൊരു കൂട്ടരാണ് പറയുന്നത് ഇപ്പോൾ ഈ ജാനകി തെറ്റാണ് എന്ന് പറയാണ്. അങ്ങനെ തെറ്റ് കണ്ടെത്തി ഈ എല്ലാത്തിനും ഈ രീതിയിലുള്ള ഭീഷണി വെച്ചാൽ കലാകാരന്മാർ എന്താണ് പേന മടക്കിയിരിക്കണം എന്നതാണോ ഈ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ അധികാരം ഈ രീതിയിൽ ഉപയോഗിക്കുന്നവർ എല്ലാം ആഗ്രഹിക്കുന്നത് അതാണോ? രേണുകാജി, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, കാരശ്ശേരി മാഷ് ഗുരുതുല്യനാണ്, വളരെ ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തോട് ബഹുമാന പുരസ്സരമുള്ള ഒരു വിയോജിപ്പും കൂടെ പറയാൻ അവസരം തരണം. ഇപ്പം ശ്രീ എം.എഫ്. ഹുസൈന് രാജാരി വേർമ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അടക്കമുള്ളവരാണ് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തത്. ഞങ്ങൾ ഹൈക്കോടതി ചെന്ന് അനുകൂലമായ വിധിയൊക്കെ നേടുകയുണ്ടായി. ഞങ്ങൾ ആദ്യമേ ഒരു നിലപാടെടുത്തിരുന്നു, നമ്മൾ ശ്രീ എം.എഫ്. ഹുസൈനെ അഡ്രസ്സ് ചെയ്യുമ്പം ശ്രീ എം.എഫ്. ഹുസൈനോ എം.എഫ്. ഹുസൈൻ ജീന്നോ എം.എഫ്. ഹുസൈൻ സാറെന്നോ നമ്മൾ അഡ്രസ്സ് ചെയ്യൂ. അദ്ദേഹത്തിന്റെ ചില പെയിന്റിങ്സിനോട് ആണ് നമുക്ക് എതിർപ്പ്, പ്രത്യേകിച്ച് സീത, ഇന്ത്യ, റേപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ചില പ്രയോഗങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഒരു മറുവശം, കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു ലിബറൽ പൊസിഷൻ ആണെങ്കിൽ മറുവശത്ത് ഒരു കൺസർവേറ്റീവ് പൊസിഷൻ ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയാണ് നമ്മൾ പറയുന്നത് ലിബർട്ടി വേണം, ആരും വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ലിബർട്ടിയോടൊപ്പം സെൻസിറ്റിവിറ്റിയും കൂടി വേണം, ക്രിയേറ്റിവിറ്റി വേണം, പക്ഷേ ക്രിയേറ്റിവിറ്റിയോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും വേണം. ഉദാഹരണം, ഡെവിഞ്ചി കോഡ് എന്ന സിനിമ വന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും യേശുക്രിസ്തു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, മഗ്ദലന മറിയയിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഡാൻ ബ്രൗണ്ട്. ഞങ്ങളെല്ലാം അന്ന് പ്രതിഷേധിച്ചതാണ്. അത് യേശു എന്ന ചരിത്ര പുരുഷനെ വക്രീകരിക്കുകയാണ്, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സിനിമാറ്റിക്കലി ഉഗ്രൻ സിനിമയാണ്, പക്ഷേ അങ്ങനെ ഒരു ചരിത്ര പുരുഷനെ എനിക്ക് സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് മോശമായി കാണിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി ലൈംഗിക തൊഴിലാളിക്ക് സീത എന്ന് പേരിടുക എന്നുള്ളത്. വിശ്വാസി എന്ന നിലയിൽ എനിക്ക് സീത എന്ന പേരിനോട് ഒരു പവിത്രതയുണ്ട്. ഒരു ലൈംഗിക തൊഴിലാളിക്ക് സീത എന്ന പേര് ഉള്ള ഒരു ലൈംഗിക തൊഴിലാളി ഇല്ല എന്ന് രാഹുലിന് ഉറപ്പ് നൽകാൻ പറ്റുമോ? അല്ലല്ലോ മാഡം, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഉറപ്പ് രാഹുലിനുണ്ടോ? സീത എന്ന പേരിൽ ഒരു ലൈംഗിക തൊഴിലാളി നമ്മുടെ നാട്ടിൽ ഇല്ല എന്നൊരു ഉറപ്പ് രാഹുലിനുണ്ടോ? ഇല്ല, അങ്ങനെ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ പേര് സിനിമയിൽ പറ്റില്ല, സിനിമയിൽ ഞങ്ങൾ അനുവദിക്കില്ല, അതാണോ? അല്ല, ഒരു വിശ്വാസിക്ക് ആ സെൻസ് അല്ലെങ്കിൽ റൈറ്റ് ടു, ഞാൻ ഒന്ന് തീർത്തോട്ടെ, റൈറ്റ് ടു ബി ഒഫൻഡഡ്, അങ്ങനെ ഒരു അവകാശം കൂടിയുണ്ട്. അതായത് ഈ റൈറ്റ് ടു എക്സ്പ്രഷൻ പോലെ തന്നെ റൈറ്റ് ടു ബി ഒഫൻഡഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരാണ് മുഹമ്മദ്, നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പവിത്രമായി കാണുന്നതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലൊരു പേര് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി നടന്നതാണ്. ഇപ്പം മുഹമ്മദ് ആകട്ടെ, സീതയാകട്ടെ, രാമനാകട്ടെ, ഇത്തരം പേരുകളെ കൊണ്ട് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്നത് സാധൂകരിക്കപ്പെടുമെന്ന് താങ്കൾ കരുതണ്ട. ഏതൊരു പേരും ഏതൊരു കലാകാരനും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ചൂണ്ടുന്ന വിരലുകൾ അത് തെറ്റാണ്. അത് ഏത് പേരിന്റെ പേരിലായാലും ഏത് സാഹചര്യത്തിലായാലും. ഞാൻ ആ വാദം ഒന്ന് തീർത്തോട്ടെ. ആ വാദം മുഹമ്മദ് ആകാം, ഇപ്പൊ യേശു ആകാം, ഈശോ ആകാം, ശ്രീരാമനാകാം, സീതയാകാം, അയ്യപ്പനാകാം. ചില പേരുകൾക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പവിത്രതയുണ്ട്. ആ പവിത്രതയെ മനഃപൂർവ്വം മോശമായി കാണിക്കാൻ ഒരാൾ ശ്രമിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പം ബോധപൂർവം അങ്ങനെ കരിവാരത്തേക്കുന്നവരില്ലേ, നമുക്കറിയില്ലേ. നമുക്ക് അങ്ങനെ ചെയ്യുന്നവർ അറിയില്ലെന്ന് ആൾക്കാർക്ക് ധാരണയുണ്ടെങ്കിൽ ന്യൂസ് 18 ഇപ്പം വരുന്ന ടോപ്പ് ചാറ്റുകളിൽ എടുത്തു നോക്കിയാൽ ചില വാക്കുകളും ചില പവിത്രമായ പേരുകളും എടുത്ത് മോശമായി പ്രയോഗിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മതസ്ഥാപകരാകട്ടെ, ഈ ചില പേരുകൾക്ക്, അതായത് അറിയാതെ ഉപയോഗിക്കുന്നതല്ല, ബോധപൂർവം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത നമുക്ക് വേണം. ഞാനൊരു തൂവാനത്തുമ്പികൾ അഡിക്റ്റ് ആണ്. ഞാൻ ലാലേട്ടന്റെ ഭക്തനും പത്മരാജൻ സാറിന്റെ ഭക്തനുമാണ്. എന്നാൽ തൂവാനത്തുമ്പികളിൽ അന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബാബു നമ്പൂതിരിക്ക് തങ്ങളെന്ന പേരിടുന്നത് ശരിയല്ലെന്ന് പറയാൻ, ഞാൻ തൂവാനത്തുമ്പികൾ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, അത് ശരിയല്ലെന്ന് പറയാൻ ഒരു ധാർമ്മികത വേണം. കാര്യം ആ തങ്ങളെന്ന് പറയുന്ന പ്രയോഗം ബാബു നമ്പൂതിരി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 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 അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, കാര്യം ആ തങ്ങളെന്ന പേരിന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ആൾക്കാർ ഒരു വാല്യൂ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രത്തിലൂടെ നടന്നു വരുമ്പോൾ ചില വാക്കുകൾക്കും പദങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട്. അതിനെ പത്മരാജൻ സാർ ഒരിക്കലും മോശമായി ചിന്തിച്ചുകൊണ്ടായിരിക്കും. ചരിത്രത്തിലൂടെ നമ്മൾ നടന്ന് ചരിത്രത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ പിന്നോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണോ എന്നാണ് ശ്രീ രാഹുൽ തോന്നുന്നത്. താങ്കൾ പറഞ്ഞു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ആ ഫ്രീഡം എത്രയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നതാണ് താങ്കൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഭരണഘടന നൽകുന്നത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷേ ആ ഫ്രീഡം എവിടെ വരെ ഞങ്ങൾ വരച്ചു തരും, അതിനുള്ളിൽ നിന്ന് ആയിക്കോളൂ
എന്നതാണ് ഉദ്ദേശം. ഒരു വരി മാത്രം, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ പോലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം ഗാന്ധിജിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ സിംബൽസിന്റെ പേര്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അത് കേസ് നോക്കണം. കാരശ്ശേരി മാഷിനെ പോലൊരാൾ ഈ അൾട്രാ ലിബറൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്നല്ല, ഒരു അൾട്രാ ലിബറൽ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യരുത്. ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ട, സെൻസിറ്റിവിറ്റി വേണ്ട, ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യരുത്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതില്ലാതൊരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല, അതില്ലാതൊരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. രാഹുൽ, ഇവിടെ ഇപ്പോ ഞാൻ രാഹുലിനോട് ചോദിച്ചുവല്ലോ, സീത എന്ന പേര് നമ്മൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്കറിയില്ല. സിനിമയിലേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നു എന്നൊരു സാഹചര്യം, അതിനെ എങ്ങനെ ന്യായീകരിക്കും ശ്രീ രാഹുൽ? രാഹുൽ തന്നെ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സിനിമയിൽ ഇപ്പോൾ കാണുന്നത് ഇടുന്ന ഡ്രസ്സിനെതിരെ, ഉപയോഗിക്കുന്ന പേരിനെതിരെ, കഥയിൽ 2 കഥാപാത്രങ്ങൾ വരുമ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരുടെ പേര് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോൾ ഒരു കലാകാരന് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കല രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കലാകാരന്മാർ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നത് രാഹുൽ കേട്ടുവല്ലോ. ഇത് എത്ര പേർക്കുള്ള മെസ്സേജായി മാറുന്നു. അപ്പോൾ ഇനി പേന എടുക്കുമ്പോൾ പേരേത്, സാഹചര്യം ഏത്, കഥാപാത്രങ്ങൾ ഏത് എന്ന് എഴുതാനിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ളൊരു മെസ്സേജായി ഇത് പോവുകയാണ്. കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയിലാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ പ്രത്യേക അനുമതി മേടിച്ചാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയിരിക്കുന്നത്. ആ സിനിമയ്ക്ക് ഇതാണ് ഗതിയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തി എടുക്കുന്ന സിനിമയാണെങ്കിൽ എന്താകും അവസ്ഥ? അവിടെയാണ് രേണുകാജി ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരിക്കുമ്പോൾ, പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നാഷണൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമോഫോബിയ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമ വരുന്നുണ്ട്. അവരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആർഗ്യുമെന്റ് പറയാറ്. അവിടെയാണ് ചില പേരുകളും ചില സെൻസിറ്റിവിറ്റികളും മാന്യതയും മര്യാദയും നമ്മൾ പാലിക്കണം. ഞാൻ കുറച്ചുകൂടെ തുറന്നു പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഇപ്പൊ തങ്ങൾ എന്ന വളരെ നല്ല പേര്, ബാബു നമ്പൂതിരി അതിൽ യഥാർത്ഥത്തിൽ ഒരു പിമ്പായിട്ടാണ് അതിൽ ചെയ്തത്. അപ്പൊ ആ പേര് അതിനോട് അസോസിയേറ്റ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു മാന്യത, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പൊ സീത എന്ന പേര് എനിക്ക് വളരെ വിഷമം ഉണ്ടാവും. സീത എന്ന പേര് ഒരു സെക്സ് വർക്കർക്ക് ഇട്ട് ഒരു സിനിമയെ കാണിക്കുകയാണ്. ഇപ്പൊ സെക്സി ദുർഗ എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായി. കാര്യം ദുർഗാദേവിയെ ഞാൻ പ്രാർത്ഥനയോടെ കാണുന്നതാണ്, നമ്മൾ അതിന്റെ പൂജയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ആ വാക്ക് ദുർഗാദേവിയോട് ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യക്കുറവുണ്ട്. ഇതേപോലെ നമ്മൾ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചോ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുവിനെ കുറിച്ചോ പറഞ്ഞാൽ, അങ്ങനെയാണ് ഈശോ എന്ന സിനിമ വന്നപ്പം നമ്മുടെ പള്ളിക്കാര് ഈ വിഷയം റൈസ് ചെയ്തത്. അന്ന് ശ്രീ നാദിർഷി അടക്കം പള്ളിയിലെ അച്ഛന്മാരെ പോയി കൺവിൻസ് ചെയ്തു ജയസൂര്യയുടെ സിനിമ വേറെ ഒന്നിലുമായി ബന്ധമല്ല. അപ്പൊ ആരെങ്കിലും എതിർപ്പോ പ്രതിഷേധവും ഉയർത്തുകയാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യല്ലേ വേണ്ടത്, അല്ലാതെ അവരെല്ലാം പിന്തിരിപ്പന്മാരാണ്, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആൾക്കാരാണ്, ഞങ്ങൾ പുരോഗമനവാദികളാന്ന് പറയുന്നത് അർത്ഥം. എതിർപ്പ് വരുമ്പോൾ പേരൊക്കെ കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിന് എങ്ങനെയൊക്കെ ആരെയൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വരും രാഹുൽ? ചിരി വന്നു പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഏത് രീതിയിൽ എങ്ങനെ കൺവിൻസ് ചെയ്യും ഇങ്ങനെയുള്ള വിഷയങ്ങൾ? ശ്രീ എം എൻ കാരശ്ശേരി,